ഹലോ ഗായ്സ്. അപ്പം ഡൈസ് എയറെ എന്നാണ് ഈ പടത്തിനെ പ്രൊണൗൺസ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതിന് എങ്ങനെ പ്രൊണൗൺസ് ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ കുറേ ആലോചിച്ചു. പിന്നെ സിനിമയിൽ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെയാണ് ഡൈസ് എറെ എന്ന് പറയുന്ന ഒരു ഒരു വാചകം ആ സിനിമയിൽ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് ഒറ്റ തവണ. അപ്പം ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ഒരു പ്രൊമോഷനോ ഒരു പുല്ലോ ഒരു തേങ്ങയോ ഇല്ലാതെ റിലീസാക്കിയ ഒരു സിനിമയാണിത്. ഇങ്ങനെയും ഒരു പടം വിജയിപ്പിക്കാമെന്ന് തെളിയിച്ചു തന്ന ഒരു ഡയറക്ടറാണ്, അല്ലെങ്കിൽ ആ ഹോൾ ടീം തന്നെയാണ്. അത് ഞാൻ സമ്മതിച്ചു കൊടുത്ത്. ഒരു തേങ്ങയും മാങ്ങയും ചക്കയും ഇല്ലാതെയാണ് ഈ പടം റിലീസ് ചെയ്തത്. നാളെ റിലീസ് ചെയ്യുന്ന പടം അത് ഒരു ദിവസം നേരത്തെ ഒരു സ്പെഷ്യൽ 2 ഷോ വെച്ചിട്ടുണ്ട്. രാത്രി 9:30 പിന്നെ 12 മണിക്കൂർ 2 ഷോ വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഈ പടം കാണുമ്പോൾ നല്ല തിയേറ്ററിൽ പോയി കാണണം. ഉഗ്രൻ സിനിമയാണ്. മലയാളത്തിലെ നമ്മൾ ഭൂതകാലത്തിന് ശേഷം ഞാൻ കണ്ട വൺ ഓഫ് ദി ബെസ്റ്റ് ഹൊറർ മൂവി തന്നെയാണ്. സൂപ്പർ നാച്ചുറൽ ഒക്കറൻസ്, സൂപ്പർ നാച്ചുറൽ ഐറ്റം ഉള്ള സിനിമ തന്നെയാണ്. ഞാൻ വിചാരിച്ചു ഇതിന് മറ്റേ മിസ്റ്ററി പോലെ ആവോ മറ്റതുപോലെ ആവോ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചു. പക്ഷേ മിസ്റ്ററി തേങ്ങയൊന്നുമില്ല, ഐറ്റം ഇതിനകത്ത് കൊണ്ട് ഊക്ക സാധനമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പേടിക്കാനുള്ള സാധനം എല്ലാം അതിനകത്തുണ്ട്. നല്ലോണം പേടിക്കാനുണ്ട്. അടുത്ത ഡയറക്ടർ രാഹുൽ സദാശിവൻ, ഹാറ്റ്സ് ഓഫ് മൈ ബ്രോയ്. കിടിലം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു 4-5 ക്യാരക്ടേഴ്സിന് വെച്ച് ഇങ്ങനെ പടം എടുക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഈ പടത്തിന്റെ ബഡ്ജറ്റ് എങ്ങനെ പോലും ഒരു 10, 12, 15 കോടി അതിൽ കുറഞ്ഞാലേ ഉള്ളൂ, കൂടത്തില്ല. അത്രയും ചെറിയൊരു ബഡ്ജറ്റിൽ ഇത്രയ്ക്കും വലിയൊരു സിനിമ എടുക്കാമെന്ന് തെളിയിച്ച ഒരു ഡയറക്ടർ കൂടെയാണ് രാഹുൽ സദാശിവൻ. വേറെ ഒന്നുമില്ല, ഈ സിമ്പിൾ 2 ലൊക്കേഷൻ മാത്രമേ ഉള്ളൂ. ഒന്ന് അവന്റെ വീട്, പിന്നെ ഈ ഒരു ഇവന്റെ ഒരു കൂട്ടുകാരി മരണപ്പെട്ട വീട്. അവിടെ മാത്രമേ 2 ലൊക്കേഷൻ ഉള്ളൂ. പിന്നെ കുറച്ച് റോഡ് സൈഡ്, അവിടെ ഒരു പാർട്ടി പബ്ബ് കളി. വേറെ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ലൊക്കേഷനോ പാട്ടിന് വേണ്ടിയിട്ട് ഒരു തേങ്ങയും വെച്ചിട്ടില്ല. എല്ലാം പടത്തിന് ആവശ്യത്തിന് മാത്രം. ആവശ്യത്തിന് പറഞ്ഞാൽ കറക്റ്റ് അതിനുള്ളതിന് മാത്രം ഉള്ളൂ. ഇതില് ക്യാരക്ടേഴ്സിനെ എടുത്ത് പറയണം. ഒന്നാമത്തെ പ്രണവ് മോഹൻലാൽ. ഇതില് പ്രണവിനെ നമ്മൾ ഇതിന്റെ മുന്നേ സിനിമ കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. പുള്ളിക്കാരൻ ആർക്കോ വേണ്ടി അഭിനയിക്കുന്ന പോലെയൊക്കെ നമുക്കിത് ഫീൽ ചെയ്യും. അതായത് നമുക്കറിയാം ബിനീഷ് ശ്രീനിവാസൻ ഇവർ തമ്മിലുള്ള ഒരു ലിങ്ക് കണക്ഷൻസ് വെച്ചാണ്. പുള്ളിക്കാരൻ ആക്ച്വലി അഭിനയിക്കാൻ താല്പര്യമില്ലാത്തൊരു ഒരു മനുഷ്യനാണ്. അപ്പം നമുക്കറിയാം ഇത് കുറച്ച് ഫോഴ്സിങ് ഉണ്ട് എന്നാണ്. പുള്ളി ഇത് അഭിനയിപ്പിക്കുകയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇതിൽ ഫുൾ കംഫർട്ട് കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരന്, ആ ഡയലോഗിന്, എല്ലാത്തിനും. നമ്മൾ ആക്ച്വലി ഇതിൽ പ്രണവ് മോഹൻലാലിനെ കാണത്തേയില്ല, ആ ക്യാരക്ടറിലെ ആളെ മാത്രമാണ് നമ്മൾ ഇതിൽ ഫോക്കസ് ആവുന്നത്. അല്ലെ പ്രണവിനെ നമ്മൾ ഇതിൽ ആരെന്നും ഒരു പ്രണവ് മോഹൻലാൽ ആരുടെ അങ്ങനെ നമ്മൾ ഇരിക്കും. പടത്തിൽ അത്രയ്ക്കും എൻഗേജിങ് സ്റ്റോറിയാണ്. കിടിലൻ സ്റ്റോറി. ഒരു ഹൊറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഒരു കുറെ പാട്ടും കുത്തി കയറ്റി വെച്ച് ഒരു അനാവശ്യം ഇതൊക്കെ കാണിക്കുന്ന പോലെയല്ല. ഇതാണ് ഹൊറർ. ഇങ്ങനെ പടം എടുക്കണം. ഒരു പ്രൊമോഷനും ചക്കയും ഓവറായിട്ട് കുറെ കാണിക്കാതെ കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട്. ഇനി ഇതിൽ 4 ക്യാരക്ടേഴ്സിനെ എടുത്ത് പറയണം. 4 ക്യാരക്ടേഴ്സേ ഉള്ളൂ. പ്രണവ് മോഹൻലാൽ മെയിൻ, ഒന്നും പറയാനില്ല. അങ്ങനെ ജീവിച്ച് കാണിച്ചു തന്നു. കിടില്ല പെർഫോമൻസിന്റെ പീക്ക്. ഇതുവരെ അഭിനയിച്ചതിന് വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് പുള്ളിക്കാരൻ്റെ ഈ സിനിമ എനിക്ക് അടിച്ച് ഞാൻ പറയും, ഇതാണ് പുള്ളിക്കാരൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് സിനിമ. പ്രണവ് മോഹൻലാലിന്റെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അരുൺ അജികുമാർ. അരുൺ അജികുമാറിനെ പറയണം. പെർഫോമൻസിൽ പുള്ളിക്കാരൻ തമാശയൊക്കെ ചെയ്ത് കണ്ടിട്ടേ ഉള്ളൂ. പുള്ളിക്കാരൻ്റെ സീരിയസ് റോളൊക്കെ എന്ന് വെച്ചാൽ ഇതിൽ കാണണം കേട്ടോ. 2-3 സീനേ ഉള്ളൂ. അവസാനത്തെ ഒരു സീനിൽ ഒരു ഊക്ക സൗണ്ട്. ആ ഒരു സീനിലാണ് എനിക്ക് തോന്നുന്നത് ഈ പടത്തിന് A സർട്ടിഫിക്കറ്റ് വന്നത്. വേറൊന്നുമില്ല, ഇവൻ ടെറസിന്റെ മണ്ടയിൽ നിന്ന് മറ്റേ സാധനം തള്ളി തറയിടുമ്പോ ഉള്ള സീൻ കാണണം. ഫൈനൽ ഡെസ്റ്റിനേഷൻ തോറ്റു പോകും. അത്രയ്ക്കും ക്ലാരിറ്റി ആയിട്ട് അടിപൊളിയായിട്ട് മേക്കുന്ന ഗോർ സീൻ പക്കയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. സൂപ്പറായിട്ട്. സത്യം പറയണം, ഫൈനൽ ഡെസ്റ്റിനേഷൻ തോറ്റു പോകും. അമ്മാതിരി സാധനം കറക്റ്റായിട്ട് സൂപ്പറായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. മലയാളം ഇൻഡസ്ട്രി ഇതുവരെ കാണാത്ത പക്ക ഡീസൻ്റ് ആയിട്ടുള്ള ഗോർ. അത് നമ്മൾ കാണുമ്പോൾ അറപ്പ് തോന്നുന്ന രീതിയിലുള്ള സീൻ. അതും അറപ്പെന്ന് വെച്ചാൽ ഇതെന്ത് ഒരു ആക്സിഡന്റ് ആണ്. അതിനെ എടുത്ത് കിടിലമായിട്ട് തന്നെ മേക്ക് വെച്ചിട്ടുണ്ട്. കിടിലമായിട്ട് അവിടെ തന്നെ നമ്മൾ പകുതി ജീവൻ അവിടെ പോവും. ഒന്നാമത്തെ ആ ഹൊറർ തുടങ്ങുമ്പോൾ തന്നെ പകുതി ജീവൻ അവിടെ പോയി. അടുത്ത ഇങ്ങോട്ട് പടത്തോട്ട് കയറുന്നേ ഉള്ളൂ. ഓരോ രാത്രിയാകുമ്പോൾ ഇങ്ങനെ ഹൊറർ സ്റ്റെപ്പ് ഇങ്ങനെ കയറി അവസാനം പീക്കിൽ വരും സാധനം.
ആദ്യത്തെ രാത്രി കുഴപ്പമില്ല, രണ്ടാമത്തെ രാത്രി കടുക്കും, മൂന്നാമത്തെ രാത്രി അടുത്ത ഇന്റർവെല്ലാണ്. ഇന്റർവെൽ ഷോട്ട് ആണെങ്കിൽ പറയണ്ട, എന്റെ അമ്മേ, ഇന്റർവെല്ലിന് വരാം ഇത്രയ്ക്ക് ഞാൻ പേടിച്ച് ഇങ്ങനെ, ഇത് എന്ത് 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 സാധനോട് ഇത് ഇങ്ങനെ ഇരുന്ന് അത്രയ്ക്കും ടെൻസ്ഡ് ആയിരുന്നു. സത്യം പറഞ്ഞ ടെൻസ്ഡ് അല്ല, അത്രയ്ക്കും പേടിച്ച്, കട്ടക്ക് എന്ന് പറഞ്ഞാൽ കട്ടക്ക് പേടിച്ചു. ആ ഇന്റർവെൽ സീൻ മൂക്കം സാധനം, പൂളി പൂളി പൂളി. അതുപോലെ തന്നെ അടുത്ത ക്യാരക്ടർ ജയാക്കുറുപ്പ്, എൻ്റെ അമ്മ, പുള്ളിക്കാരി മിക്ക സിനിമയിലും ഉണ്ട്. ഇപ്പം റീസെന്റ് ഞാനിപ്പം എനിക്ക് പുള്ളിക്കാരനെ ക്ലിക്കായി ഇപ്പം മലയും കുഞ്ഞ് എന്ന സിനിമ ഫഹദ് ഫാസിലിന്റെ അമ്മയായിട്ട് വരുന്നത്. അപ്പം അതിലൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നത്. ഒരുപാട് സിനിമ റീസെന്റ് ഉണ്ട്, പക്ഷെ പുള്ളിക്കാരിയുടെ ഒരു എന്തോ ഒരു ബ്രേക്ക്, പുള്ളിക്കാരിയെ ഇതിലൊരു നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഒരു സിനിമ ഇനി മിക്കവാറും ഇതിലൂടെ ആയിരിക്കും എല്ലാവരും അറിയപ്പെടുന്നത്. അത്ര കിട്ടിലും പെർഫോമൻസ് ആണ്. ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിനിമ കാണുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പുള്ളിക്കാരിയിൽ കാണിച്ച് വെച്ചേക്കണെന്നുള്ളത്. സസ്പെൻസ് അങ്ങനെയൊന്നും അല്ല, പക്ഷെ ഒരു സാധനം പുള്ളിക്കാരിയുടെ പെർഫോമൻസ് പീക്ക് സാധനം. പിന്നെ ജിബിൻ ഗോപിനാഥ്, പുള്ളിക്കാരന് ഒരുപാട് സിനിമകളിലും ഉണ്ട്. ആരും ശ്രദ്ധിക്കാതെ പോയെങ്കിൽ ഇനി പുള്ളിക്കാരനെ ശ്രദ്ധിച്ചോളും. അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് റോളാണ് പുള്ളിക്കാരൻ ഇതിൽ ചെയ്ത് വച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ലടേ, ഇത്രയും ക്യാരക്ടർ, ഒരു 4-5 ക്യാരക്ടർ വെച്ചിട്ട് ഇത്രയും ഒരു ഹൈപ്പ് ഫിലിം. അത് കേട്ട് ഈ പടത്തിന്റെ മെയിൻ സാധനമാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റോ എക്സേവിയർ. ഒരു രക്ഷയില്ല. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുറച്ച് ഡ്രം വെച്ചിട്ട്, പിന്നെ ചെലങ്ക, എന്തൊക്കെയുടെ ആ ചെലങ്ക വെച്ച് ഇങ്ങനെയും പേടിപ്പിക്കൂടിയ മനുഷ്യനാ. ചെലങ്ക പൂച്ചയുടെ സൗണ്ട് വെച്ച് എന്ത് മനുഷ്യനടേ, ഇങ്ങനെയും പേടിപ്പിക്കാൻ പോടിയ മനുഷ്യനോ. അത്രയ്ക്കും ഹെവി സ്കോറിംഗ് ആണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ജീവൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അത്രയ്ക്കും നമ്മളെ നെഞ്ചേർന്ന് ഇടിക്കും, പിടയ്ക്കും. അമ്മാതിരി സ്കോറാണ് അടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു നല്ലൊരു തിയേറ്ററിലൊക്കെ പോയി കാണണം കേട്ടോ. ഒട്ടൊരു തിയേറ്ററിലും കാണാമല്ലോ, നല്ലൊരു എക്സ്പീരിയൻസ്, ഒരു അറ്റ്മോസ്ഫിയറൊക്കെ പോയി കണ്ടോ നമുക്ക് ആ പടം മൊത്തം ഫീൽ ചെയ്യും. സൂപ്പറായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ട്രസ്റ്റ് മീ, നല്ല തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കാം. നല്ല തിയേറ്ററിലൊക്കെ സൗണ്ട് എഫക്ട്സ് ഒക്കെ ഉള്ള, നല്ല സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഉള്ള അറ്റ്മോസ്ഫിയറൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ എഫക്റ്റ് ആണ്. ചെറിയ ചെറിയ സൗണ്ടിന് പോലും ഇതിന് പ്രാധാന്യമുണ്ട് സിനിമയിൽ. അതുപോലെ തന്നെ ഇതിന്റെ ഞാൻ പറഞ്ഞ പോലെ ഒരു സർപ്രൈസിങ് ക്യാരക്ടർ ഉണ്ട്. മോഹൻലാലൊന്നും അല്ലടേ, അതൊന്നും അല്ല സർപ്രൈസ് ക്യാരക്ടർ, അത് വേറെ ആളാണ്, മെയിൻ ആള്. അതൊന്നും ഞാൻ പറയൂല, അതൊക്കെ നിങ്ങൾ സിനിമയിൽ കണ്ട് തൃപ്തി അടയാം. ഹെവി എന്തൊരു സ്റ്റോറി അടേ, കിട്ടില്ല സ്റ്റോറി, സൂപ്പർ സ്റ്റോറി എടുത്ത് വെച്ചേക്കുന്നത്. നമുക്ക് എൻഗേജിങ് ആണ്. അത് മാത്രമല്ല, നമ്മൾ ഭൂതകാലം സിനിമ കണ്ടല്ലേ, ആ ഭൂതകാലത്തിന്റെ ഒരു പാർട്ട് ഇതിൽ വരുന്നുണ്ട്. ഇനി പുതിയ യൂണിവേഴ്സ് ഇറങ്ങാൻ പോകണമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ അത് സാധനം വരുന്നു, അടിപൊളി. നമ്മുടെ ഷൈജു അല്ലേ പുള്ളിക്കാരൻ്റെ പേര്, ഷൈജു ആണ് ഇതിലിങ്ങനെ വന്നു പോകുന്നുണ്ട്. അവസാനം ഇയാളെ മീറ്റ് ചെയ്യാനായിട്ട് അടിപൊളിയാണ്. ക്ലൈമാക്സ്, അതായത് പടം തീരും, അതും തീർന്നില്ല, അതായത് തീരുന്ന സമയത്ത് ഒരു എമണ്ട ഐറ്റം കൊണ്ട് വച്ചിട്ടുണ്ട് ഡയറക്ടർ. നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം എന്ത് പറയും. ഒരു മലയാളം ഇൻഡസ്ട്രി ഏത് ലെവലിലാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതൊക്കെയാണ് എൻ്റെ എക്സാമ്പിൾസ്. ആക്ച്വലി ഒരു ചെറിയൊരു ബഡ്ജറ്റ് വെച്ചിട്ട് ഇത്രയും വലിയൊരു സിനിമ എടുത്ത് വച്ചേക്കുന്നത് സമ്മതിക്കണം. ഒരു VFX എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന്. എനിക്ക് തോന്നുന്ന ബാക്ക്ഗ്രൗണ്ട് കുറച്ച് കളറിങ് ഗ്രേഡിങ് അല്ലാതെ ആനിമേഷൻ സപ്പോർട്ട് ഒരു തേങ്ങ ഉണ്ടെന്ന് മൊത്തം പച്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. പച്ചയ്ക്ക് അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പോളി സാധനം. ഗോ വാച്ചിങ് തിയേറ്റേഴ്സ്. പോളി ഹൊറർ എന്ന് പറഞ്ഞാൽ പീക്ക് ഹൊറർ പടം, പീക്ക് സാധനം. നമ്മള് മലയാളത്തിലെ അവസാനം കണ്ട എനിക്ക് ആഷിഖ് കപൂറിന്റെ മറ്റേ നിലാ വെളിച്ചം, അതൊരു ഓൾ ജനറേഷനെ പൊടിയുടെ എടുക്കാൻ നോക്കിയാണ്, അതൊന്നും വർക്കൗട്ട് ആയില്ല. പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡിനുള്ളതും ആ കാര്യങ്ങളും ആ പഴയ തലമുറയ്ക്കുള്ള സെറ്റപ്പ് സംഭവം ഉൾപ്പെടുത്തിയിട്ടുണ്ടേ, അതൊക്കെ വർക്കൗട്ട് ആവും. അടിപൊളി സ്റ്റോറി, പീക്ക് സാധനം. ഗോ വാച്ചിങ് തിയേറ്റർ. ട്രസ്റ്റ് മീ, പോയി തിയേറ്ററിൽ പോയി കാണി പൊളിച്ചടുക്കുക. OTT തേങ്ങയ്ക്കൊന്നും വെയിറ്റ് ചെയ്ത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനിമയാണ്. തിയേറ്റർ എന്ന് പറഞ്ഞാൽ പക്കാ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനിമ തന്നെയാണ് സിനിമ. ഒരു രക്ഷയില്ല.